ഇവിടെ ഈ രാജാവാണെങ്കിൽ ആദ്യത്തെ ഭാര്യയുടെ സൗന്ദര്യം പോരാതെ വീണ്ടും ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുകയാണ്. അവളെ കാണാനും അതീവ സുന്ദരിയായിരിക്കും. പക്ഷെ ഇവന്റെ ഈ രണ്ടാമത്തെ ഭാര്യയാണെങ്കിൽ ഇട്ടിരുന്ന ചെരുപ്പിൽ മണ്ണാവെന്ന് പറഞ്ഞാൽ വണ്ടിയും താഴേക്ക് ഇറങ്ങുന്നുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അവിടെയുള്ള സ്ത്രീകളാണെങ്കിൽ അവർ ഉടുത്തിരുന്ന സാരി താഴേക്ക് വിരിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഒരു അടിമയുടെ മേലെ ചവിട്ടി ഇവള് താഴേക്ക് ഇറങ്ങും. അതേസമയത്ത് രാജാവിന്റെ ആദ്യത്തെ ഭാര്യയാണെങ്കിൽ ഇവളെ സ്വീകരിക്കാനായിട്ട് കയ്യിൽ താലോട്ട് നിൽക്കുന്നുണ്ടാവും. പക്ഷെ അവർക്കാണെങ്കിൽ ഇവളെ കൊല്ലേണ്ട ദേഷ്യം ഉണ്ടാക്കും. എന്നാലും അത് കൺട്രോൾ ചെയ്യാനായിട്ട് ഇവളോട് പേര് ചോദിക്കും. അതിന് ഇവളാണെങ്കിൽ അവിടെയുള്ള എല്ലാവരോടും കൂടി അവളുടെ പേര് ജോലാമുഖിയാണെന്നും ഇനി മുതൽ അവളാണ് രാജ്യത്തിന്റെ മഹാറാണി എന്ന് സ്വയം പറയാണ്. അന്ന് രാത്രി രാജാവാണെങ്കിൽ ഒറ്റയ്ക്ക് മദ്യപിക്കുന്നുണ്ടാകും. ആ സമയത്ത് അവിടെ വരുന്ന ഹീറോനാണെങ്കിൽ ഞാനും കൂടെ പങ്കെടുക്കട്ടെ ചോദിക്കും. അങ്ങനെ ഇവര് സംസാരിച്ചുകൊണ്ടിരിക്കെ പെട്ടെന്ന് ആ റൂമിലേക്കാണെങ്കിൽ രണ്ടുപേര് രാജാവിനെ കൊല്ലാനായിട്ട് കയ്യിൽ കത്തിയോടെ വരികയാണ്. എന്നാൽ ഹീറോനാണെങ്കിൽ അവളുടെ കത്തിയെടുത്താൽ കൊല്ലാമെന്ന രണ്ടുപേരെയും ഒറ്റയ്ക്കില്ലാതാക്കും. ഇത് കാണുന്ന സമയത്ത് രാജാവിന് ഹീറോന്റെ മേലെ കൂടുതലായിട്ട് വിശ്വാസം വരികയാണ്. അതേസമയത്ത് ഇവനെ കൊല്ലാനായിട്ട് അവര് പറഞ്ഞുവിട്ടതാണെങ്കിൽ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന കാളി എന്ന് പറയുന്ന ജമീനായിരിക്കും. ഇത് മനസ്സിലാക്കുന്ന രാജാവും അവനെ പിടിക്കാനായിട്ട് ഹീറോനെ അയച്ചു വിടുകയാണ്. അവിടെയുള്ള അവന്റെ ആൾക്കാരെല്ലാവരും ഹീറോ തല്ലി വീഴ്ത്തുകയാണ്. എന്നിട്ട് അവന്റെ കഴുത്തിലേക്ക് കയറ് കെട്ടിട്ട് വലിച്ചുകൊണ്ട് തന്നെ രാജാവിന് മുന്നിലേക്ക് കൊണ്ടുപോകുകയാണ്. അവിടെ എല്ലാവരും കണ്ടു നിൽക്കെ ചെരുപ്പമാല ഉണ്ടാക്കിയിട്ട് അവന്റെ കഴുത്തിലിടാൻ പറയും. അത് കണ്ട് രാജാവ് സന്തോഷിക്കാണ്. പക്ഷേ അതേസമയത്ത് റാണിയായ ഹീറോയിനാണെങ്കിൽ അടിമയായ ഹീറോന്റെ മേലെ ഇഷ്ടം തോന്നും. ഇവർ തമ്മിൽ എന്ത് സംഭവിച്ചെന്ന് അറിഞ്ഞിട്ട് പാർട്ട് 2 വേണമെങ്കിൽ കമന്റ് ചെയ്യുക. ആൻഡ് ഓൾസോ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്കും ചെയ്യുക.